നമസ്കാരം. അട്ടപ്പാടി മധു വധക്കേസിൽ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടിരിക്കുകയാണ്. മറ്റു പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. 2018 ഫെബ്രുവരി 22-നായിരുന്നു ആ ക്രൂര സംഭവമുണ്ടായത്. അട്ടപ്പാടി ചിണ്ടക്കിയൂരിലെ മല്ലന്റെയും മല്ലിയുടെയും മകനും മാനസികാസ്വാസ്ഥ്യം നേരിട്ടതുമായ ആദിവാസി യുവാവ് മധുവിനെ അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് ഒരു കൂട്ടം ആളുകൾ കാട്ടിൽ നിന്ന് പിടികൂടിയത്. 34 വയസ്സായിരുന്നു മധുവിന്. ഇരു കൈകളും പിന്നിലേക്ക് കൂട്ടിക്കെട്ടി നഗ്നനാക്കി അട്ടപ്പാടിയിലെ റോഡിലൂടെ നടത്തിച്ചായിരുന്നു ആൾക്കൂട്ട വിചാരണ ചെയ്തത്. വഴിയിലുടനീളം ക്രൂരമായ മർദ്ദനവും മധു ഏറ്റുവാങ്ങി. ഒടുവിൽ പോലീസ് വണ്ടിയിലാണ് ആശുപത്രിയിലേക്ക് മധുവിനെ മാറ്റിയത്. എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മധു മരിച്ചു. പ്രതികൾ തന്നെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും സെൽഫിയും പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് പിന്നീട് കേസിൽ വഴിത്തിരിവായി മാറിയത്. പ്രതികൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ തെളിവായി അത് മാറുകയായിരുന്നു. കേസിൽ വലിയ തോതിലുള്ള അട്ടിമറി ശ്രമങ്ങളും സാക്ഷികളുടെ കൂട്ടക്കൂറുമാറ്റങ്ങളും ഇതിനിടെ നടന്നു. ആകെ 24 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് വിചാരണാ വേളയിൽ കൂറുമാറിയത്. 4 വർഷത്തോളം നീണ്ട പ്രതിസന്ധികൾക്കൊടുവിൽ സംഭവം നടന്ന് 5 വർഷത്തിനു ശേഷം 2023 ഏപ്രിൽ 5-നായിരുന്നു മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത്. വിചാരണ കോടതി തങ്ങൾക്ക് വിധിച്ച 7 വർഷത്തെ കഠിന തടവ് റദ്ദാക്കണമെന്നാണ് പ്രതികളുടെ പ്രധാന ആവശ്യം. എന്നാൽ ഒന്നാം പ്രതി ഹുസൈന്റെ ശിക്ഷ നടപ്പിലാക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതി നേരത്തെ തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന സാങ്കേതിക കാരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്. എന്നാൽ മറ്റ് 12 പ്രതികളുടെയും ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി മുമ്പ് നിഷേധിച്ചിരുന്നു. മറുവശത്ത് പ്രതികൾ ചെയ്തത് കടുത്ത ക്രൂരതയാണെന്നും അവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി ശിക്ഷ ജീവപര്യന്തമായി വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെയും മധുവിന്റെ അമ്മ മല്ലിയുടെയും ആവശ്യം. കൂടാതെ വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾക്ക് കനത്ത ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ അവർ പുറത്തിറങ്ങുന്നത് തങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാണെന്നും തങ്ങൾക്ക് അട്ടപ്പാടിയിൽ ജീവിക്കാൻ ഭയമാണെന്നും മധുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരുന്നു. നിയമ പോരാട്ടത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടതും. 4-ാം പ്രതി കക്കുപ്പാടി കുന്നത്തു വീട്ടിൽ അനീഷ്, 11-ാം പ്രതി മുക്കാലി ചോലയിൽ അബ്ദുൾ കരീം എന്നിവരെ കേസിൽ നേരത്തെ വെറുതെ വിട്ടിരുന്നു. താവളം പാക്കുളം മേച്ചേരിൽ ഹുസൈൻ, മുക്കാലി കിളയിൽ മരക്കാർ, മുക്കാലി പൊതുവച്ചോല ഷംസുദ്ദീൻ, മുക്കാലി താഴുശ്ശേരി രാധാകൃഷ്ണൻ, ആനമൂളി പൊതുവച്ചോല അബൂബക്കർ, മുക്കാലി പടിഞ്ഞാറപ്പള്ള കുരിയക്കൽ വീട്ടിൽ സിദ്ദിഖ്, മുക്കാലി തൊട്ടിയിൽ ഉബൈദ്, വിരുത്തിയിൽ നജീബ്, മണ്ണമ്പാറ്റ ജയ്ജുമോൻ, മുക്കാലി പൊട്ടിയൂർക്കുന്ന് പുത്തൻപുരയ്ക്കൽ സജീവ്, മുക്കാലി കള്ളമല മുരിക്കട സതീഷ്, ചെരുവിൽ വീട്ടിൽ ഹരീഷ്, കള്ളമല ചെരുവിൽ വീട്ടിൽ ബിജു, കള്ളമര വിരുത്തിയിൽ മുനീർ എന്നിവരെ കോടതി ശിക്ഷിച്ചു.